ഹായ്! ഇന്ന് നമ്മുടെ വീഡിയോ പുതിയൊരു വിളവെടുപ്പിന്റെ വീഡിയോ ആണ്. ഇതുവരെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത ഒരു വിളവെടുപ്പിന്റെ വീഡിയോ ആണ്. ഈ കൃഷി ചെയ്യാൻ കുറച്ച് സ്ഥലം മതി. അതും വെളിയില് അല്ലേ, വെളിയില് തറയില് മണ്ണിലല്ല, വീട്ടിനകത്താണ്, ഒരു റൂമിലാണ്. അപ്പം നോക്കിയാലോ, ഇന്ന് എന്താണ് വിളവെടുക്കണതെന്ന് നോക്കിയാലോ, എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പം നോക്കിയാലോ, പോമോ? വിളവെടുക്കാൻ പോമോ? ഞാൻ അടുത്ത റൂമിൽ. ഇപ്പൊ സ്ഥലം എത്തി. ഇതാണ് സംഭവമേ. കണ്ടോ? മഷ്റൂം 2 ഗ്രോ ബാഗിൽ നിൽക്കുന്നുണ്ട്. കണ്ടോ? ഇനിയും വന്നോണ്ടിരിക്കുന്ന ഇവിടെ അടിയിലൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ? ഇതിന്റെ അടിയിലും വരുന്നുണ്ട്. 6 ബെഡാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് സന്തോഷമായ? ഇത് 6 മാസം വരെ നമുക്ക് വിളവെടുക്കാൻ പറ്റും. ചില ദിവസം കൂടുതൽ കിട്ടും, ചില ദിവസം ഇത്രയും കിട്ടും. ഇത്രയും കിട്ടാത്ത ദിവസവും ഉണ്ട്. ഇപ്പൊ ഈ ബക്കറ്റിൽ ഇവിടെ ഞാൻ വെള്ളം വെച്ചിരിക്കുന്നത് എന്താന്ന് പറയാൻ, തണുപ്പിന് വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ ഒരു സ്റ്റോർ റൂം പോലെ നമ്മൾ വെച്ചിരിക്കുന്നതാണ്. വൃത്തി വേണം, വൃത്തിയില്ലാതെ ഇത് വെച്ചിരിക്കാൻ പറ്റൂല. നമ്മൾ ഡെറ്റോലൊക്കെ ഇട്ട് കൈയൊക്കെ കഴുകിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് തൊടാനായിട്ട്. അല്ലാതെ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. വീട്ടിലിരിക്കുന്നവർക്ക് പറ്റണ ഒരു ജോലി. അടുത്ത് അപ്പോഴപ്പോഴും സ്പ്രേ ഒക്കെ ചെയ്യണം, വാട്ടർ സ്പ്രേ ചെയ്യണം. അതാണ് ആ ബോട്ടിൽ പോലെ അതായിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ചാക്കില്, ചണച്ചാക്കില് വെള്ളമൊക്കെ തളിച്ചൊക്കെ വെച്ച് കൊടുക്കും. ഇത് നമ്മൾ ഒരു സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്തിരുന്ന റൂമാണ്. പൊടികളൊന്നും ഇല്ല. പിന്നെ കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ? ഈ കർട്ടനൊക്കെ ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്നതാണ്. അതിന് കാറ്റ് കിട്ടണം, വിയർക്കായിട്ടുള്ള കാറ്റ് കിട്ടാൻ വേണ്ടി അങ്ങനെ ഒതുക്കി വെച്ചിരിക്കണം. നമുക്കിവിടെ 2-3 ബീറോ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, ഇവിടെ കൂടുതൽ ഒന്നുമില്ല, തുണികൾ മാത്രം അതങ്ങോട്ട് ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ സ്പീഡിലായതുകൊണ്ടാണ് കൂടുതൽ കൃഷി വെളിയിൽ ചെയ്യാൻ പറ്റാത്തത്. ഇപ്രാവശ്യത്തെ ഓണത്തിന് വെറൈറ്റി ആയിട്ടാണ് ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, പുതിയതായിട്ട്. അപ്പം ഇതിനെ നമുക്ക് ഇന്ന് അടുത്തെടുക്കാം. എല്ലാവർക്കും ചെയ്യാമെന്നുള്ള ജോലിയാണ് ഇത്. ഒരു മഷ്റൂമിന്റെ ഒരു ഇത് ഇഷ്ടമുള്ളവർക്ക് മഷ്റൂം വീട്ടിൽ ഇഷ്ടവും ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഇവിടെ മഷ്റൂം നല്ല ഇഷ്ടമാണ്. അപ്പം എൻ്റെ മോൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ നമുക്കും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് പിന്നെ നമുക്കിത് വെളിയിലും പുറത്തും കൊടുക്കാം. അപ്പം നമ്മൾ അടുത്തെടുക്കാം. പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും എനിക്ക് ഈ നടണതിനേക്കാളും സന്തോഷം ഇതുപോലെ അടുത്തെടുക്കുമ്പോഴാണ്, അതിന്റെ ഫലം കിട്ടുമ്പോഴാണ് എനിക്ക് അതിന്റെ സന്തോഷം. ഇത് ഇന്നലെ വിരിഞ്ഞതാണേ. അതാണ് ഇത്രയും വലിപ്പത്തിൽ കിട്ടിയത്. അങ്ങനെ ഒരു ഓടിപ്പൊടിച്ചാൽ മതി, അങ്ങ് വന്നോളൂ. സൂപ്പറായിട്ടുണ്ടല്ലേ? ഇത് വിരിഞ്ഞ് തീർന്ന് ഫുള്ളായി. എന്താ നല്ല വലിപ്പമായി. അടുത്ത് ഇപ്പുറത്ത് നിൽക്കണേ, ഇത് കുറച്ചുകൂടെ വിരിയാനുണ്ട്. എന്താ ഇനി നാളത്തേക്ക് വിട്ടിരുന്ന ഇത് ഇല്ലാതായിപ്പോ, കുറച്ച് ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ഇതിനെയും നമുക്കിന്ന് ഇളക്കിയെടുക്കാം. ഇതിനെ അടക്കാൻ ഭയങ്കര പാടൊന്നുമില്ല, ഒരു പിടുത്തം കിട്ടണം. അങ്ങനെ നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാം. അതിന് ഇങ്ങനെ ഒരു ഒടിപ്പ്, അത്ര തന്നെ. ഒടിച്ച് ഒരു കറക്ക് അങ്ങനെ കിട്ടും. എന്താ സൂപ്പറായിട്ടുണ്ടേ? ഒരു പ്ലേറ്റിൽ നിൽക്കില്ല, നിറഞ്ഞു. എന്താ ഇനി ഇത് വരണുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ പുതിയത് വരണണ്ട. ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്, ഇന്ന് വരണത്. ഇതിന്റെ അടിയിൽ നിൽക്കുന്ന പൊടിയായിട്ട് നിൽക്കണില്ലേ, ഇത് ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ട് വന്നത്. ഇവിടെ വരണണ്ട പൊടിയായിട്ട്. ഇത് കണ്ട. അപ്പൊ എത്ര നമുക്ക് വെയിറ്റ് ഉണ്ടെന്ന് നോക്കാം. ഇത് എത്ര വെയിറ്റ് ഉണ്ടെന്ന് നോക്കാം. എന്താ ഇത്രയുമാണ് നമുക്ക് കിട്ടിയത്.
നല്ല സന്തോഷമുണ്ട് കേട്ടാ. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴേ, നമ്മള് കൃഷി ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരുടെ വീട്ടിലും ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്കും പറ്റുവേ. എല്ലാരും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് നോക്കണേ. ഒരു ദിവസത്തിൽ ഇത്രയും കിട്ടി. സൂപ്പർ ആയിട്ടല്ലേ? ഇനി എത്ര വെയിറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാമേ. വെയിറ്റ് നോക്കാം. ഓരോന്ന് എടുത്ത് വെയിറ്റ് മെഷീനിൽ വെക്കാം. കുറച്ച് വെച്ചപ്പോഴേ ഇത്രയും ഉണ്ട്. വേണ്ട, 2.52 ഇത്രയുണ്ട്. ഇത് ഇത്രയും 2.52 ഒരു ബാഗിലിരുന്നത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. 2.44 ഉണ്ട്. ഇതിൽ വിറ്റമിൻസും കാൽഷ്യവും പ്രോട്ടീനൊക്കെ നിറയെ ഉണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ. ബൈ ബൈ.